ഹായ് മക്കളെ, സാറേ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ക്ലാസ് 10 CBSE എത്തി നിൽക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ ക്ലാസ് 10 CBSE എന്ന് പറയുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ക്ലാസ് 10 CBSE മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള കോഴ്സ് ഏത് വേണമെന്നൊക്കെ തീരുമാനിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ചൂസ് ചെയ്യാം അവർക്ക് സയൻസ് വേണോ കൊമേഴ്സ് വേണോ എന്നുള്ള കാര്യം. സപ്പോസ് അവർക്ക് മാർക്ക് കുറവാണെങ്കിൽ എവിടെയാണോ വേക്കൻസി ഉള്ളത് അവിടെ പോയി അവർക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു അവസരത്തിലോട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ, ഹയർ സെക്കൻഡറി സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ +2ന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ 10ന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മുടെ +2 സയൻസിൽ പല ചാപ്റ്റേഴ്സ് വരുന്നത്. ഫിസിക്സിലൊക്കെ ഇതിന്റെ കംപ്ലീറ്റ് കണ്ടിന്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് 10 CBSE ഫിസിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് മക്കളെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം ഈ ഫുൾ A1 എന്നതിനപ്പുറമൊക്കെ നിങ്ങൾ ഫുൾ മാർക്ക് ടാർഗറ്റ് ചെയ്ത് തന്നെ ഇപ്പോൾ പഠിച്ച് തുടങ്ങേണ്ടതാണ്. കാരണം ഇപ്പോൾ പലർക്കും സർട്ടൺ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതായത് ഈ പറയുന്ന സബ്ജക്റ്റുകളൊക്കെ നിസ്സാരമായിട്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ 9th CBSE അവർ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലൂടെ ക്രാക്ക് ചെയ്ത ഒരു സിലബസ് ആയിരുന്നല്ലോ. സോ അതുപോലെ തന്നെ 10th അത് പറ്റുമെന്നൊരു എക്സ്പെക്ടേഷനിലായിരിക്കും പലരും സ്കൂളുകളിലോട്ട് ചെന്നിട്ടുണ്ടാവുക. ഫസ്റ്റ് ചാപ്റ്റർ സ്കൂളുകളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ കുട്ടികൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ഫിസിക്സിന്റെ ഒരു ഡിഫിക്കൽറ്റിനെ കുറിച്ച് അവർക്ക് എന്തായാലും ഉറപ്പാണ് മനസ്സിലായി. അതുപോലെ തന്നെയാണ് അവർ 4 ചാപ്റ്റേഴ്സ് അല്ലേ ഫിസിക്സിലുള്ളൂ, എനിക്ക് നിസ്സാരമായിട്ട് ഈ 4 ചാപ്റ്റേഴ്സും ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ട ന്യൂമറിക്കൽസും കൺസെപ്റ്റും റേ ഡയഗ്രാമിൽ തന്നെ അവർക്ക് ആ ഒരു മെന്റാലിറ്റി ഒക്കെ കംപ്ലീറ്റ്ലി അവർ മാറ്റി വെച്ചിട്ടുണ്ടാവും. കാരണം അത്രയും എളുപ്പത്തിൽ ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതല്ല. ഏകദേശം സ്റ്റേറ്റ് സിലബസ് ചാപ്റ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിയർലി ഒരു 10 ചാപ്റ്റേഴ്സ് ഇക്വലന്റ് ആയ 4 ചാപ്റ്റേഴ്സ് ആണ് അവർക്ക് സിലബസ്. ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ആണ്. നമ്മുടെ സ്റ്റേറ്റ് സിലബസുകാർക്ക് ആ ചാപ്റ്റർ എന്ന് പറയുന്നത് 2 ചാപ്റ്റർ ആയിട്ടാണ്. 2 ചാപ്റ്റേഴ്സ് ഇവർക്ക് ഒരൊറ്റ ചാപ്റ്റർ തന്നെ. അപ്പോൾ അത്രയും ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാലും വലിയ ഒരു കണ്ടന്റ് അവർക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിനകത്താണെങ്കിൽ ഈ പറയുന്ന മിററും ലെൻസും ഉറപ്പായും അവർക്ക് വളരെയധികം കൺഫ്യൂസിംഗ് ആണ്. അതിലെ മിറർ ഫോർമുല, ലെൻസസ് ഫോർമുല വളരെയധികം കൺഫ്യൂസിംഗ്. റേ ഡയഗ്രാം വെച്ച് മെജോറിറ്റി ക്വസ്റ്റ്യൻ വരുന്നത് റേ ഡയഗ്രാം ആണ്. റേ ഡയഗ്രാം ഒക്കെ കുട്ടികളെ കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം മാറിപ്പോകും ലെൻസ് മിറർ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, കുട്ടികൾക്ക് മാറിപ്പോകും. അപ്പോൾ ഓരോന്നും കണ്ടന്റ് ഓറിയന്റഡ് ആയി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ അതിൽ നിന്നൊക്കെ വരാൻ സാധ്യതയുള്ള ന്യൂമറിക്കൽസ് ആണെങ്കിലും MCQs ആണെങ്കിലും അസേർഷൻ റിസർച്ചിനൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഈ നമ്മുടെ CBSE ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ MCQ എന്ന് പറയുന്നത്. ഈ MCQ ഒക്കെ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ നിങ്ങൾ അത്രത്തോളം എന്തിനാ ഡെപ്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കൂ. അല്ലാതെ കുറച്ച് 10-20 MCQ ക്വസ്റ്റ്യൻസ് മനപ്പാഠം പഠിച്ചത് കൊണ്ട് പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ലാലേട്ട ഒരു സിനിമയിൽ പറയുന്ന അതിമോഹമാണ് മോനെ അതിമോഹം. അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഓരോ വർഷങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും പുതിയതാണ്. സോ അത് നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ കണ്ടന്റ് കുറച്ചുകൂടിയൊക്കെ ഈ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാകുന്നുണ്ട് ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ് 10 CBSE ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരുവാണെങ്കിൽ ഹ്യൂമൺ ആൻഡ് കളർഫുൾ വേൾഡ്, അത് നമുക്ക് കുറച്ചുകൂടിയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കണ്ണിന്റെ ഡിഫക്റ്റുകളാണെങ്കിലും അതുപോലെ തന്നെ മഴവില്ല്, അങ്ങനെ കുറെ ഫിനോമിനാസ് ഒക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറെ കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവിടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് മാത്രമേ. അതാണ് ആ ഒരു ചാപ്റ്ററിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് ന്യൂമറിക്കൽസ് ഇല്ല. തിയറി ക്വസ്റ്റ്യൻസും കൺസെപ്റ്റ് ഓറിയന്റഡ് ആയ ചോദ്യങ്ങളും ഡയഗ്രാം ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസും ആണ് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നെ നമ്മുടെ 3rd ചാപ്റ്ററിലോട്ട് പോകുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റി അല്പം ഡിഫിക്കൽട്ടി ആണ് തന്നെ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവിടെ നിങ്ങൾക്ക് കുറെ സർക്യൂട്ട് ഡയഗ്രാം ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അവിടെ നിന്ന് കുറെ പ്രോബ്ലംസ് ആണ് കുട്ടികൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ റെസിസ്റ്റന്റ് സീരീസും പാരലൽ കോമ്പിനേഷൻ ഒക്കെ അവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഈ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റന്റ് കുറെ ക്വസ്റ്റ്യൻസ് തീർച്ചയായും ഉണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. റെസിസ്റ്റേഴ്സിന്റെ ഒക്കെ കുറച്ച് സർക്യൂട്ടുകൾ കാണുമ്പോൾ പല കുട്ടികളും എന്നോട് പറയാറുള്ളത് അവരുടെയൊക്കെ കിളിയൊക്കെ പാറി പോവാറുണ്ട് എന്നൊക്കെയാണ്. സോ ആ കിളി പറക്കലൊക്കെ നിങ്ങൾക്ക് നിർത്തണമെങ്കിൽ അത് കുറച്ചുകൂടിയൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അതായത് 1ാമത്തെ ചാപ്റ്ററിൽ റേ ഡയഗ്രാം പോലെ തന്നെയാണ് 3ാമത്തെ ചാപ്റ്ററിൽ സർക്യൂട്ട് ഡയഗ്രാംസ് നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന ഒരു ഫാക്ടറാണ്. ലാസ്റ്റ് ചാപ്റ്റർ 4th ചാപ്റ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ഇതിനൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അറിയോ സാർ, നമ്മുടെ ഈ നിത്യജീവിതത്തിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോട്ടോർ ആയിക്കോട്ടെ, ജനറേറ്റർ ആയിക്കോട്ടെ, ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ആ ചാപ്റ്ററിനായിട്ട് കൺസെപ്റ്റ് ഒക്കെ ആ ചാപ്റ്ററിനകത്താണ് പഠിക്കുന്നത്. ആ ചാപ്റ്റർ നല്ല രീതിയിൽ കൺസെപ്റ്റ് നോളജ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടിയൊക്കെ ഫിസിക്സ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ഓരോ ചാപ്റ്റേഴ്സും നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ്. അപ്ലിക്കേഷൻ
ലൊക്കേഷൻ, അതുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കുമ്പോഴാണ്. സോ ഇതൊന്നും ഇവിടെയും ഒരു ഡയഗ്രാം വരുന്നുണ്ട് ഈ ഓരോ device, yes. മോട്ടറിന്റെ ആണെങ്കിലൊക്കെ ജനറേറ്ററിന്റെ ആണെങ്കിലും ഡയഗ്രാം ഒക്കെ പഠിക്കാനുണ്ട്. സോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ പറയല്ല, പക്ഷെ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. നിസാരവൽക്കരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങരുത്. ഇത്രയും ഭീകരമായ ഒരു കാര്യത്തെയാണ് ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നൊരു മനസ്സിലാക്കൽ നിങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് വേണം. അതിനനുസരിച്ച് വേണം തുടക്കം മുതൽ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് ഈ ക്ലാസ് 10 CBSE നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സൈലത്തിന്റെ അസ്ര 2.0 ബാച്ച് ഉള്ളത്. അവിടെ ഇതിനുള്ള എല്ലാ പരിഹാരവും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും മക്കളെ. സോ മക്കളെ, നമുക്കിപ്പോൾ പ്രോപ്പർലി ഞാൻ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി ഉള്ളൊരു പ്രോപ്പർ പ്ലാൻ വേണം നിങ്ങൾക്ക്. ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കണം, ആ ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം വേണം നിങ്ങൾ പഠിച്ചു പോകാൻ. സോ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടുള്ള മെയിൻ ബെനിഫിറ്റ് അത് തന്നെ, ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. ഒരു വർഷത്തെ കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റവും എത്ര വലിയ ഡിഫിക്കൽറ്റി ഉള്ള ചാപ്റ്റർ ആണെങ്കിലും ഏത് സബ്ജക്ട് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, എല്ലാത്തിനെയും എടുക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന നിങ്ങളുടെ സ്വന്തം ടീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരിക. ദിവസേനയുള്ള ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ റെക്കോർഡഡ് ക്ലാസ്സുകളും എക്സാം സീരീസും അങ്ങനെ കുറേ ഫീച്ചേഴ്സ് അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങളെ കാത്തിരിപ്പാണ്. സോ ഇനിയും ലേറ്റ് ആക്കരുത്, ഉടനെ തന്നെ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക. സോ അസ്ത്ര ബാച്ചിൽ കണ്ടുമുട്ടാം.